എന്തെങ്കിലും ഒരു സ്ഥാനത്ത് എത്തണമെങ്കിൽ ഭയങ്കര കഷ്ടപ്പെടണം. പിന്നെ പോയിട്ട് എങ്ങനെയെങ്കിലും ഒരു സ്ഥാനത്ത് എത്തണം. ഒരു 90% കഷ്ടപ്പെടണം, 10% ദുആണ്. ഇപ്പൊ എനിക്ക് അറിഞ്ഞ് മനസ്സിലായി, അത് 10% കഷ്ടപ്പെട്ടെങ്കിൽ മതി, 90% ദുആ വേണം. അപ്പൊ മാത്രം അവിടെ പോയിട്ട് എത്താൻ സാധ്യത. ഇല്ല നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടെങ്ങോ, എത്ര കഷ്ടപ്പെട്ട് ലാസ്റ്റ് പോയിട്ട് കെട്ടുന്നില്ല, എന്തെങ്കിലും ഒന്ന് എത്തിയിട്ട് പോകും. നീ എല്ലാ ഉലമാക്കല്ലത് ഉസ്താദ്മാരെ തങ്ങന്മാരെ ಹಿರಿಯമാരെല്ലാം നിനക്ക് ദുആ ഉണ്ടെങ്കിൽ നീ കുറച്ച് പ്രയത്നം നീയത്തിൽ പണിയെടുത്താൽ മതി, ഓട്ടോമാറ്റിക് പോയിട്ട് ആ സ്ഥാനത്തിന് കിട്ടുന്ന അവകാശം ഇതേ ഞാൻ അനുഭവത്തിൽ നിന്ന് ആക്കിയത്. പിന്നെ ഉലമാക്കും തങ്ങന്മാർക്ക് ഉസ്താദ്മാർക്ക് വിശേഷ ഒരു ശക്തി ഉണ്ട്, ഇല്ലെന്ന് പറയുന്നത് സാധ്യമേ ഇല്ല. ഞാൻ എപ്പോഴും ഞാൻ പറയുന്നു, ഇപ്പോൾ ഭാഷ സക്കാഫി പറഞ്ഞിട്ടുണ്ടോ, ഞാൻ ML ആയിട്ടുണ്ടായപ്പോൾ അപ്പോൾ ഭാരി ടഫ് ഇലക്ഷൻ നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാനത് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഭയങ്കര ടഫ് ഇലക്ഷൻ എൻ്റെ അഗേൻസ്റ്റ്. അതിന് മുമ്പ് തന്നെ വോട്ടിക്ക് പിന്നെ അത് 10,000 മാത്രം 10,000 ലീഡ്. ആ ഇലക്ഷന് എൻ്റെ അഗേൻസ്റ്റ് 10 മുസ്ലിംസെ കണ്ടസ്റ്റ് ആക്കി. എന്ന് പറഞ്ഞെങ്കിൽ 1,000 വോട്ട് മൈനസ് ആയെങ്കിൽ 10,000 വോട്ടും ഭയങ്കര കഷ്ടതൊരു ടൈം. അപ്പോൾ ಬೇರೆ ഇങ്ങനത്തെ ഞങ്ങൾ മുത്തല്ലിമാരെ എന്നെ മീറ്റാൻ പറഞ്ഞിട്ട് ഞാൻ വേറെ ഒരു സ്ഥലത്തിലുണ്ടേ രാവിലെ. ഞാൻ പറഞ്ഞ വേറെ സ്ഥലത്തിലുണ്ട്, ഞാൻ 10 മണിക്ക് തങ്ങളവിടേക്ക് പറയാം, നിങ്ങൾ അവിടെ വന്നിട്ട് നിൽക്കി, അവിടെ നിന്നുള്ള ആൾക്കാർക്കത്തിൽ നിങ്ങൾ മീറ്റാന്നു. അപ്പോൾ ഓർ വന്നിട്ട് തങ്ങളെ റൂമിൻ്റെ പുറത്തേക്ക് നിന്നോണ്ടേ എന്നെ വെയിറ്റ് ആക്കണം. അപ്പോൾ തങ്ങ വന്നേ പഠിച്ചു ചോദിച്ചു, താജ്മഹൽ തങ്ങ പുറത്ത് നിങ്ങൾ എന്താ ഇവിടെ വെയിറ്റ് ആക്കുന്നു? അപ്പോൾ താജുലുലമ തങ്ങ വിളിച്ച് എന്തേ വെയിറ്റ് ആക്കുന്നത്? അല്ല ഞങ്ങൾ UT ഖാദർ പറഞ്ഞു MLA പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇവിടെ വെയിറ്റ് ആക്കുന്നത്. അപ്പോൾ നോക്കി നമുക്ക് ആർക്ക് എന്ന് അറിയാലോ, ഇലക്ഷൻ നടന്നുകൊണ്ട് അത്ര എല്ലാം ടഫ് ഭയങ്കര കഷ്ടമാണ് പറയുന്നു. അപ്പോൾ തങ്ങൾ ഒരേ പറഞ്ഞത്, അവൻ MLA അല്ലോടോ, അവൻ മിനിസ്റ്റർ പറഞ്ഞിട്ട് ഒരു അപ്പല് ഡയറക്റ്റ് പറഞ്ഞു, ഞാനവിടെ എത്തിയപ്പാട് ഓർ പറഞ്ഞു ഇങ്ങനെ ഉണ്ടോ. ആ ഇലക്ഷൻ ഒരു ടഫ് ഇലക്ഷൻ എല്ലാ പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാവുന്നു. എന്നെ മുമ്പുണ്ടെ 10,000 ലീഡ്, ആ ഇലക്ഷനിൽ ഇപ്പോൾ 29,000 ലീഡായി പോയി സഡൻ ആയിട്ട്. 29,000 ലീഡ് 10 കണ്ടസ്റ്റ് ആക്കിയിട്ടും 29,000 ലീഡ്. അപ്പൊ ഞാൻ പിന്നെ സ്പീച്ചിൽ പറഞ്ഞു കുറെ ആളിൽ പോയപ്പോ ആൾക്കാർ കുറെ ആശ്ചര്യമായിട്ടുണ്ട്. UT ഖാദർക്ക് വിന്നായിന് 10,000 വിന്നായിന്, 20,000 ഖാദറിന് ഒപ്പം കൂടെ ഉള്ളത്തിൽ വിന്നായിന്. ഇത് 29,000 എവിടുന്ന് വോട്ട് ಬಂದು പറഞ്ഞാൽ ಅದನ್ನು ಜಾಸ್ತಿ ಕಣಕ್ಕೆ ಕೂಟಂಡ ಅದು ಎಲ್ಲ ಉಲೇಮಾಗ ತಂಗಲೇ ಧೂಮಕ್ಕಾದ್ರೆ ಬಂದೆ ಊಟ ಅದನ್ನೆಂದು ಕಣಕ್ಕೆ ಇಟ್ಟರೆ ಪೋಣಿ ಸಾಧ್ಯ ಇಲ್ಲ ಅಂತ. ಅದು ಆಯಸಪ್ಪಲೆ ಇದು ಈ ಒಂದು ವಿಶೇಷ ಶಕ್ತಿ ಇಲ್ಲ ಎಪ್ಪಲು ನಾವು പറഞ്ഞു. മുന്നത്തെ ഈ റീസെന്റ് ലാസ്റ്റ് ഇലക്ഷൻ ആയ പിന്നെ കുറേ ഞങ്ങളെ ഈ മിനിസ്റ്റർക്ക് അവിടെ പോകണം ഇവിടെ പോകണമെന്നുള്ള ചർച്ച ഞാൻ എവിടെ പോയിട്ടില്ല ആയതിന്. അപ്പം കുറേ ಹೊತ್ತಾಗಿಲ್ಲ ನೀವು ನಾನು ಎಂದ കുറേ ಫೋನ್ ಆಗಿ ನೀವು പോകണമെന്ന് പറയുന്നു. ನಾನು ಬೇಡ കിട്ടിയത് മതി, എനിക്ക് ടെൻഷൻ ഇല്ല. എൻ്റെ വീട്ടിൽ എൻ്റെ മിസ്സസ് മോൾ പറഞ്ഞ് ഓടെ പോന്ന് വേണ്ട, അല്ലാഹു തആല എന്ത് ಖುಷಿ തരുന്നു അത് ഞാൻ കൊണ്ടേ മതി, വേറെ ഏത് സമാധാനം അത് ಖುಷಿയുണ്ട് അത് തന്നെ മതി, ഏതും പോന്നെ വേണ്ട. പിന്നെ ചില പ്രഷർ പോകണമെന്ന് പറഞ്ഞിട്ട് അപ്പം എന്താക്കണം, കൂറ തങ്ങൾക്ക് ഇടയിലാക്കി ഫോൺ കിട്ടുന്നില്ല, കുഞ്ഞിക്കോയ തങ്ങൾക്ക് കുഞ്ഞു തങ്ങൾക്ക് ഫോൺ ആക്കി ഇങ്ങനെ തങ്ങളെ നീ എവിടെ പോണ്ട, ഓരെല്ലാം നിന്റെ അടുത്ത് പറഞ്ഞ മാതിരി ആക്കാന്ന് പറഞ്ഞു. അതേമാതിരി ഇന്നെ സ്പീക്കർ ആക്കിയിട്ട് എല്ലാം എൻ്റെ ആഫീസിക്കേ പറഞ്ഞ പോലെ ആക്കിയേ ഇതെല്ലാം ഒരു തങ്ങളെ ഉള്ള മക്കളെ ഇത് എനക്ക് എക്സ്പീരിയൻസ് ആയത് അതാനായിട്ട് പറയുന്നത്. അതിനായിട്ട് നിങ്ങളെ പവർ ഇത് പെർമനന്റ് പവർ. അതിൽ അണ്ടറിൽ നിങ്ങൾക്ക് ഒരു എഡ്യൂക്കേഷനോട് കിട്ടിയിട്ട് മുമ്പ് നിങ്ങൾ ആ സ്ഥാനം എടുക്കാൻ പോകുന്ന വലിയ അവകാശം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ, അത് അല്ലാഹു തആല കിട്ടി നിങ്ങൾക്ക് വലിയൊരു ഭാഗ്യമാണ്. അതിനായിട്ട് പക്ഷേ ഈ ഒരു സംശയം നല്ലൊരു സംസാരിക്കുന്നത് പറഞ്ഞിട്ട് നമ്മൾ എന്തെല്ലാം സഹಕಾರ വേണ ನಾನು എൻ്റെ ಬ್ರದರ್ ഇപ്പോൾ സംസാരിച്ചിന് ಖಂಡಿತವಾയിട്ട് ഞാൻ എന്ത് സഹಕಾರമുണ്ടോ ಖಂಡಿತವಾಗಿ ഈ സംശയങ്ങളെ സഹಕಾರ ಖಂಡಿತವಾಗಿ ആക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടു ഈ ഒരു മറ്റു ನಾಡಿನ ಈ ಒಂದು ಕಾರ್ಯಕ್ರಮ ಸನ್ನದಾನ ಕಾರ್ಯಕ್ರಮ ಅತ್ಯಂತ ಯಶಸ್ವಿಯ ಒಂದು ಕಾರ್ಯಕ್ರಮ ಆಗಿ ಮೂಡಿ ಬರಲಿ. ಬಹುಶಃ ಭವಿಷ್ಯ ದಿನದಲ್ಲಿ ಈ ಆಶ್ಮಿ ಸಿಲ್ವರ್ ಜುಬ್ಲಿ ಕಾರ್ಯಕ್ರಮ ಒಂದು ಹೆಸರಾಂತ ಕಾರ್ಯಕ್ರಮ ಆಗಲಿ. ಮುಂದಿನ 2 ತಿಂಗಳ ನಂತರ ನಮ್ಮ ಉಲ್ಲಾಲದ ಉರುಸ್ ಕಾರ್ಯಕ್ರಮ ಇದೆ, ತಾವೆಲ್ಲರೂ ಕೂಡ ಉರುಸ್ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಬರಬೇಕಂತ ಕೂಡ ಹೇಳಲಿಕ್ಕೆ ನಾನು ಇವತ್ತು ಬಯಸ್ತೇನೆ. ಅದೇ ರೀತಿ ಬಹುಶಃ ನಿಮ್ಗೆಲ್ಲರಿಗೂ ನನ್ನ ಶುಭಾಶಯ ಸಲ್ಲಿಸಿಕೊಳ್ಳುತ್ತಾ ಈ ഒരു പ്രോഗ്രാമിന് ಬಂದು ತಂಗ വസ്തുങ്ങളെ ഭാഷ സഖാ വ്യവസ്ഥ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിനി അതിനോട് KC വേണുഗോപാൽ ഫോൺ ആക്കിയിട്ട് ഇല്ല നമുക്ക് വളരെ നല്ലൊരു സ്ഥാപനമാണ്, വളരെ നല്ലൊരു ഉസ്താദാണ്, നിങ്ങൾ അവിടെ പോണേ പറഞ്ഞിട്ട് KC വേണുഗോപാലിൻ്റെ ഡയറക്ഷനും കൂടെ ഉണ്ടായി.
പക്ഷേ എനിക്ക് വളരെ സന്തോഷം. കൂടെ വന്നപ്പോൾ ഞങ്ങൾ ഉള്ളാത്ത ഞങ്ങൾ തങ്ങളുണ്ട് എല്ലാം കൂടെ പരിചയത്തെ ആൾക്കാരെ കൂടുതലായിട്ടുണ്ട്. അതിനായിട്ട് നിങ്ങളെല്ലാം ഞാൻ ദുആ കേട്ടുകൊണ്ടു നിങ്ങളെല്ലാവർക്കും വിശേഷ അഭിനന്ദനം തെളിയിട്ട് രണ്ട് വാക്ക് നിൽപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ കർണാടകത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിക്കാർക്ക് അല്ലെങ്കിൽ ആർക്കായെങ്കിലും ഇവിടുത്തെ കുറേ കുട്ടികൾ അവിടെ പഠിച്ചവനുണ്ട്, കുറേ ആൾ ബിസിനസ് ആക്കിയവനുണ്ട്. കുറേ വന്ന് ആർക്കായെങ്കിൽ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്ത് ഹെൽപ്പ് വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ആക്കി ഞങ്ങൾ എതിർന്നെല്ലാം ഞങ്ങൾ സഹായിക്കണം പറഞ്ഞിട്ട് ഞാൻ വാക്ക് നിൽപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.